പോലീസ് പിടിച്ചൊരു കഥയാണ്. അതായത് എൻ്റെ ഒരു ചെറുപ്പം എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു 9-10 ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അപ്പം ഞാനും എൻ്റെ ചേട്ടനും കൂടെ ബൈക്കേൽ തണ്ണിത്തോട് വഴി കോന്നിക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് പോലീസുകാർ ഈ പറഞ്ഞ ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പം കൈ കാണിച്ച് നിർത്തി. ഞങ്ങൾ പിന്നെ മാന്യന്മാരാണ്, ഞങ്ങൾ പോലീസ് കാണിച്ച് അപ്പം വണ്ടി നിർത്തും. അങ്ങനെ വണ്ടി നിർത്തിയതും അവർ ബുക്കും പേപ്പറൊക്കെ ചോദിച്ചു. ഞങ്ങൾ പിന്നെ മാന്യന്മാരായതുകൊണ്ടും ഡീസൻ്റ് ആയതുകൊണ്ടും ഞങ്ങളുടെ കയ്യിൽ ആ ബുക്കും പേപ്പറും ഇല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയുന്ന കാര്യമുള്ളൂ, ഫൈൻ അടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു 500 രൂപ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. 500 രൂപ പോയിട്ട് 50 രൂപ പോലെ ഞങ്ങൾ കയ്യിലില്ല. ആ സമയത്ത് 500 രൂപ ഫൈൻ അടയ്ക്കാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞു പൈസ ഇല്ല ഞങ്ങളുടെ ഇതിൽ. ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോയി ATM പോയി പൈസ എടുത്തിട്ടാണ് പറഞ്ഞു. ATM പോയപ്പോൾ പൈസ എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പിന്നെ എവിടെയെങ്കിലൊക്കെ വിളിച്ചെങ്കിലൊക്കെ പൈസ ഒപ്പിക്കാന്നുള്ളൊരു ചിന്താഗതിയാണ്. എന്നിട്ട് പറഞ്ഞു പോയി ATM പറഞ്ഞു. അപ്പം ഞാൻ സന്തോഷിച്ചു, ആ വഴി അങ്ങ് മുങ്ങാന്നേ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അതായത് ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. അവസ്ഥയൊന്ന് ആലോചിക്കണേ. എനിക്ക് പോലീസ് എന്ന് പറയുന്നതേ പേടിയാ. പോലീസ് വണ്ടി കണ്ടാൽ തന്നെ ഞാൻ ഓടും. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ നിൽക്കുക, അവരുടെ കൂടെ അവർ ചെക്ക് ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ കൂടെ നിൽക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പോലീസുകാരോടൊക്കെ ഒരു കമ്പനിയായി. ഞാൻ ആ പുള്ളിയെ എങ്ങനെയാണ് ജോലി കിട്ടിയത്, അല്ലെങ്കിൽ പുള്ളി എങ്ങനെയാണ് ഈ ചെക്കിങ് നടത്തേക്ക്, ഇങ്ങനെ ഭയങ്കര വീക്ഷണങ്ങളും ഭയങ്കര ചോദ്യങ്ങളൊക്കെയാണ്. കുറച്ച് അവർക്ക് മടുപ്പൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിടിച്ച് നിർത്തുകയും ചെയ്തു, ഇപ്പം ചോദ്യങ്ങൾ കൂടുകയും ചെയ്തു. അപ്പം എൻ്റെ എന്തോ ഒരു കഷ്ടകാലത്തിനാണെന്ന് തോന്നുന്നു ഒരു ബൈക്കുകാരന് ഹെൽമെറ്റ് ഇല്ലാണ്ട് തോന്നുന്നു. ഒരു സുന്ദരനായ ബൈക്കുകാരൻ, ഞാൻ ഇപ്പോഴെപ്പോഴും മുഖം ഓർമ്മയുണ്ട് കേട്ടോ. പുള്ളി ഇങ്ങനെ ബൈക്ക് കൊണ്ട് ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് പോലീസിനെ കൈ കാണിച്ചു. പുള്ളി മാന്യനാണ്, കറക്റ്റ് വണ്ടി അങ്ങ് നിർത്തിക്കഴിഞ്ഞിട്ട് ഇവർ പേപ്പർ ചോദിച്ചു. പുള്ളി പേപ്പറൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ആ നിന്നൊരു പോലീസുകാരനിൽ ഒരു പോലീസുകാരൻ, SI ഒന്നുമല്ല, സാധാ ഒരു പോലീസുകാരൻ, ഡ്രൈവറാണ്. ഡ്രൈവർമാർക്കാണല്ലോ കൂടുതൽ ചെക്കിങ് കൂടുതൽ. ഒരു പോലീസുകാരൻ ഡൗട്ട്, ഇവൻ വെള്ളം അടിച്ചിട്ടുണ്ടോന്ന്. അപ്പോൾ അവനോട് ചോദിച്ചു നീ വെള്ളം അടിച്ചിട്ടുണ്ടോ ചോദിച്ചു. അവൻ പറഞ്ഞു ഇല്ല സാറേ ഞാൻ വെള്ളമൊന്നും അടിച്ചിട്ടില്ല, ഇല്ല ഈ രാവിലെ ഇങ്ങനെ വെള്ളം, കാരണം രാവിലെ ഒരു 9-10 മണിയായിട്ട് ആയിട്ടുള്ളൂ, ഈ രാവിലെ വെള്ളം അടിക്കുന്നില്ല സാറെന്ന് പറഞ്ഞു. ഇല്ലില്ല നീ വെള്ളം അടിച്ചിട്ടുണ്ട്, നിന്നെ നല്ല ഡൗട്ട് ഉണ്ട്, നീ വെള്ളം അടിച്ചിട്ട് കറക്റ്റ് കൺഫേം ആണെന്നൊക്കെ പറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തൊക്കെയാണ്. അതായത് ഒരു SI ഇങ്ങനെ വന്നു. SI വന്നിട്ട് ഈ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ എന്തോ ഈ കയ്യിൽ അങ്ങനെ മണപ്പിച്ചു എന്തോ ഒരു സംഭവം ഡിറ്റക്ട് ചെയ്യുന്നു. ഇവർക്ക് ഭയങ്കര കഴിവാണല്ലോ, നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും വലിയ സംഭവം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ശരിക്കും എനിക്കന്ന് പോലീസുകാരുടെ ആഗ്രഹം തോന്നി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും, കാരണം നമുക്കെന്ത് വലിയൊരു പവറല്ലേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പുള്ളി വന്ന് പറഞ്ഞു നിന്നെ ചെറിയ ഫൈൻ അടച്ച് വെറുതെ വിടാം, അതാകുമ്പോൾ ഇപ്പം സത്യം പറയുവാണെങ്കിൽ നിനക്ക് വെറുതെ പോകാം, വലിയ ഫൈനൊന്നും ഈടാക്കത്തില്ല, കള്ളം പറയുവാണെങ്കിൽ നിന്നെ ഇപ്പം തന്നെ കൊണ്ടുപോയിട്ട് ടെസ്റ്റൊക്കെ നടത്തും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു സാറേ ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു രാവിലെ കള്ളു കുടിച്ചിട്ടുണ്ട്. കേരള വണ്ടിയല്ല, ഈ ഒരു ഡയറി എനിക്ക് ഓർമ്മ വരുന്നു, അതും കേരള വണ്ടിയാണെന്ന്. എന്നിട്ട് അവനെ തെള്ളി വണ്ടിയെ കയറ്റി. എന്നിട്ട് നീ എന്നോട് നിൽക്കും, നീ കയറാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ പോലീസ് വണ്ടി കണ്ട പേടിയുള്ള അതും ചെറിയ പയ്യന്. എന്നിട്ട് കയറാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ വേറെ സംഭവം തരും, കയ്യിലിരിക്കുന്ന ഒരു കച്ചറ പ്ലാസ്റ്റിക് കവറാണ്. അതായത് അവിടെ ഈ പഴയ തുണിക്കട കവറില്ലേ, ആ കവറിൻ്റെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ഡ്രസ്സൊക്കെയാണ് അലമ്പ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വണ്ടിയിലോട്ട് കയറി. ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു, ഏതൊരു കള്ളനല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കിനെ കച്ചറ ഈ വണ്ടി കയറ്റിക്കൊണ്ട് പോകത്തില്ലേ പോലീസുകാർ, അങ്ങനെ എന്നെ നോക്കുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര നാണക്കേടൊക്കെയാണ്. എന്നാലും ഞാൻ ഈ പറഞ്ഞ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് വണ്ടിക്കകത്ത് നോക്കുന്നു, വണ്ടിയിലെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നു. എല്ലാ സമയത്തും നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ ബൈക്കേൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പം നമ്മുടെ വണ്ടി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ പോലീസുകാർ പെട്ടെന്ന് അത് നിന്റെ ചേട്ടനോടാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സാറേ, ബാക്കി നമുക്ക് അടുത്ത പാർട്ടി പറയാം, കാരണം കഥ ഒരുപാട് നീണ്ടുപോവാണ്, കുറച്ചുകൂടെ പറയാനുണ്ട്. പിന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.